ഇത് കണ്ടിട്ട് മനസ്സിലായല്ലോ സീന്. അമ്പലത്തിൽ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തൊഴുത് ഇറങ്ങാൻ പറ്റി. നമ്മുടെ അമ്പലത്തിനടുത്തുനിന്ന്, നമ്മുടെ ഭദ്രാചലം അമ്പലത്തിനടുത്തുനിന്ന് ആ സ്ഥലത്തിലോട്ട് പോകാൻ 30 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നിൽക്കുന്ന ഭദ്രാചലം അടുത്ത് പർണശാല എന്ന സ്ഥലത്തിലാണ്. ഇവിടെ നിന്ന് സീതാദേവിയും ശ്രീരാമചന്ദ്ര പ്രഭുവും ലക്ഷ്മണൻ വനവാസ സമയത്ത് ഇവിടെ ആയിരുന്നു താമസിച്ചത്. ഇവിടെ നിന്നാണ് സീതാദേവിയെ രാവണൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ സ്ഥലം. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഇവിടെ നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭുവും സീതാദേവിയും വനവാസ സമയത്ത് താമസിച്ച സ്ഥലമാണ് പർണശാല. അന്നവർ താമസിച്ച അന്നത്തെ ആ വീടായത്. ഉച്ച സമയത്ത് ആരുമില്ല, അതുകൊണ്ട് അകത്ത് കയറി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടിട്ട് മനസ്സിലായല്ലോ സീന്. നമ്മുടെ രാവണൻ സീതാദേവിയെ ഭിക്ഷ തേടാൻ വന്ന സമയത്ത് ഇതാ. ഇവിടെ വെച്ച രാവണൻ്റെ സ്വരൂപം, ശരിക്കുള്ള സ്വരൂപം കാണിച്ചപ്പോഴത്തേക്ക് സീതാദേവി തല ചുറ്റി താഴെ വീണല്ലോ, അതിവിടെ. ഇത് നമ്മുടെ സീതാദേവിയുടെ കാൽപാത. മഞ്ഞപ്പൊടി ഇട്ട് മാനിന്റെ കാലിന്റെ പാതയാണ്. ഇതിനപ്പുറത്ത് ശ്രീരാമന്റെ കാലിന്റെ പാതയാണ്. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കാലിന്റെ പാത ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പർണശാലയിൽ നിന്ന് കുറച്ച് മാറി ഇപ്പുറം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അന്ന് നമ്മുടെ സീതാദേവി കുളിച്ചിട്ട് സാരിയൊക്കെ മാറി നനച്ചിട്ടിട്ട് വിരിച്ച പാടുണ്ട്. അത് ഞാൻ കാണിക്കാം. അന്ന് സാരിയില്ലല്ലോ, അന്ന് നാര് കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്നത്. അപ്പം നാര് വിരിച്ച സ്ഥലമാണ്, കാണിക്കാം. ഇവിടെ സീതാദേവി വസ്ത്രം നനച്ചിട്ട് ഉണക്കാൻ വിരിച്ചിട്ട് അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പാട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാം. ഇതാ നാറ്, അന്ന് പണ്ട് നാറ് സാരി അല്ലയോ, അത് സീതാദേവി നനച്ചിട്ട് ഇവിടെ ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ട സ്ഥലമാണ്. ഇവിടെ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ രവിയും കൂടിയിട്ടുണ്ട്. അയ്യ, കിട്ടിയാ? ഓക്കെ. ഒരു മീൻ കിട്ടി.
Lunch time. Okay? Bye bye. ഇവിടെ കുറച്ച് ചപ്പാത്തി നമ്മൾ കുറയാമാർക്ക് കൊടുക്കാൻ നോക്കുക. ഇവിടെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വന്നത്, ബാക്കി വന്നത്. അവർക്കൊരു ഭക്ഷണമാകട്ടെ. ഇന്നത്തെ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നല്ലൊരു പാക്കേജ് തരും. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം ഫുൾ ടയർഡായി, ഫുൾ ക്ഷീണിച്ചു, ഭയങ്കര ചൂടായിരുന്നു. 2 ദിവസം നല്ല മഴയായിരുന്നു, ഇന്നാണ് ഭയങ്കര ചൂടുമായിരുന്നു. ഇന്ന് ഞങ്ങളെല്ലാ സ്ഥലം കണ്ടു കഴിഞ്ഞു, ഞങ്ങളിനി തിരിച്ചു പോവാം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ സ്വന്തം ചാനലായ